ആശങ്കകൾക്ക് ഒടുവിൽ മധ്യപൂർവേഷ്യയിൽ ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിൽ നടന്ന ആ ഒരു വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായി. ആ കരാർ യാഥാർത്ഥ്യമായ ജനുവരി 19 ചില ആശ്വാസകരമായ എന്നാൽ ചില ആശങ്ക ജനിപ്പിക്കുന്ന രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില ദൃശ്യങ്ങൾ മധ്യപൂർവേഷ്യയിൽ നിന്നും പ്രത്യേകിച്ച് ഗാസ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത, അതിക്രൂരമായിട്ടുള്ള യാതനകൾ അനുഭവിച്ച ഇസ്രായേലി ബന്ദികൾ, അവരിൽ 3 പേർ സ്വതന്ത്രമാക്കപ്പെട്ട് ഇസ്രായേലിലേക്ക് വരുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ കൂടി ഇന്നലെ ഗാസയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. ഈ വെടിനിർത്തൽ കരാർ അത് പ്രാബല്യത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം തുരങ്കങ്ങളിൽ ഭീരുക്കളെ പോലെ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഹമാസ് ഭീകരർ വീരപുരുഷന്മാരായി ഗാസയിലെ ജനങ്ങളുടെ നടുവിലൂടെ യാത്ര ചെയ്യുന്ന, തോക്കും പിടിച്ചുമൊക്കെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥ. പക്ഷേ ആ തോക്ക് പിടിച്ച് യാത്ര ചെയ്തവർക്ക് ജനങ്ങൾ നൽകിയ ഒരു വീരപരിവേഷമാണ് ഏറ്റവും കൂടുതൽ നമ്മെ ആശങ്കപ്പെടുത്തേണ്ടത്. ഗാസയിലെ ഇന്നത്തെ ദുരിതത്തിന് കാരണം ഈ തോക്കും പിടിച്ച് ഗാസയുടെ തെരുവുകളിലൂടെ നടക്കുന്ന ഭീകരരാണ് എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ആ ഒരു ജനത തിരിച്ചറിയാതെ പോകുന്നത്? ആ ഒരു തിരിച്ചറിവിലേക്ക് എന്തുകൊണ്ട് ഗാസയിലെ മേഖല കടന്നു വരുന്നില്ല? ഒപ്പം തന്നെ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഹമാസിന് ജയ് വിളിക്കുന്നവരുടെ, ഹമാസിനെ വീരപുരുഷന്മാരായി വാഴ്ത്തുന്നവരുടെ, അത് ഗാസൻ ജനത മാത്രമല്ല, ഇങ്ങ് കേരളത്തിലെ ചിലരുടെയും ഒരു മാനസികാവസ്ഥ, അതിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ. കഴിഞ്ഞ ദിവസം ഈ ജനുവരി 2025 ജനുവരി 19 ചരിത്ര പ്രാധാന്യമേറിയ ഒരു ദിനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനത്തിലേക്കുള്ള ഒരു പ്രതീക്ഷകൾ അത് മുട്ടിടുന്ന ഒരു ദിവസം. ഇസ്രായേലിലെ 3 ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നു. പകരം ഇസ്രായേൽ ഏകദേശം 90ഓളം വരുന്ന ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീനികളെ വിട്ടയക്കുന്നു. ആ വിട്ടയച്ചവരിൽ എല്ലാവരും തന്നെ പല ഭീകരവാദ കേസുകളിൽ അകപ്പെട്ടവരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള ആക്രമണങ്ങളിൽ ഇൻവോൾവ് ചെയ്തതിന്റെ പേരിലാണ് അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടത്. അത്തരക്കാരെയാണ് ഇസ്രായേൽ വിട്ടയച്ചത്. എന്നാൽ ഹമാസിന്റെ പിടിയിലുണ്ടായിരുന്നത് വെറും സാധാരണക്കാർ മാത്രമാണ്. അപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ വിട്ടയച്ചതിന് ശേഷം പല രീതിയിലുള്ള അവകാശവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ഹമാസ് ഫാൻസ് ആയിട്ടുള്ള പല മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ അങ്ങ് കീഴടങ്ങി, ഇസ്രായേലിനെ ഹമാസ് അങ്ങ് ഇല്ലാതാക്കി, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ശരിക്കും ഇവരുടെ ഒരു ഉളുപ്പില്ലായ്മയെ ശരിക്കും സമ്മതിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്? അതായത് ഒന്നെങ്കിൽ ഇവരുടെ കാഴ്ചയ്ക്ക് എന്തോ സാരമായിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഗാസയിലെ നിലവിലെ അവസ്ഥ ഒന്നെങ്കിൽ ഇവർ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കാണാൻ ചിലപ്പോൾ ഇവരുടെ കാഴ്ചയ്ക്ക് ഇവരുടെ തീവ്രവാദ ചിന്തകൾ ഇവരുടെ കാഴ്ചശക്തിയെ ചിലപ്പോൾ ഒന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ടാകും, നമുക്കറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരം അവകാശവാദങ്ങൾ കൊണ്ട് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അത് അവിടെ അങ്ങനെ നിൽക്കുന്നു. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ആര് ജയിച്ചു ആര് തോറ്റു എന്നതിനേക്കാൾ അപ്പുറത്ത് എന്തുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു, എന്തുകൊണ്ട് ഈ കരാറിനെ ഇസ്രായേൽ സമ്മതിച്ചു, ആ ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇസ്രായേൽ എന്തുകൊണ്ട് ഈ വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചു? ഏകദേശം 100ഓളം വരുന്ന ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ തടവറയിൽ കഴിയുന്നുണ്ട്. ആ മനുഷ്യ ജീവനുകൾക്ക് ഇസ്രായേൽ വില കൽപ്പിക്കുന്നു. ആ മനുഷ്യ ജീവനുകൾ ഒരു ത്രാസിൽ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിന്റെ മുമ്പിലുള്ള പല ലക്ഷ്യങ്ങളും അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതൊന്നും അല്ലാതായി തീരുന്ന ഒരു അവസ്ഥ. പക്ഷേ ഈ ഹമാസിന്റെ ഭാഗത്ത് ഈ ഹമാസ് ഭീകരർ എന്താണ് ചെയ്തത്? ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യ ജീവനുകളെ കവചങ്ങളാക്കിയാണ് ഇവർ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തിയത്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധം നയിച്ചത്. സാധാരണക്കാർ വസിക്കുന്ന ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ ഇവ മറയാക്കിയാണ് ഇവർ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തിയത് അല്ലെങ്കിൽ യുദ്ധം നയിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഈ ഹമാസ് ഭീകരർക്കും അവരുടെ ഫാൻസ് ആയിട്ടുള്ളവർക്കും ഈ ഇസ്രായേൽ മനുഷ്യ ജീവനുകൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജീവിതങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകണമെന്നില്ല. അത് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കെൽപ്പില്ലാതെയാണ് ഇപ്പോൾ ഹമാസ് നിൽക്കുന്നത്. എന്നിട്ടും ഇവർ കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്ന ആ സമയത്ത് കാണിച്ച ആ ഒരു ആവേശം എന്ന് പറയുന്നത് അതൊരു അസാധ്യമായിട്ടുള്ളൊരു ആവേശം തന്നെയാണ്. ഈ തക്ബീർ വിളികളോടെയാണ് ഇവർ ഇസ്രായേൽ ബന്ദികളെ ഈ റെഡ് ക്രോസിനൊക്കെ കൈമാറിയത്. എന്നാൽ മറു സൈഡിൽ നാം നോക്കിക്കേ, ഈ പാലസ്തീൻ അല്ലെങ്കിൽ ഈ ഇസ്രായേലിന്റെ ജയിലിൽ കഴിയുന്ന പാലസ്തീനികളെ ഇസ്രായേൽ വിട്ടയച്ചപ്പോൾ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കിയതായിട്ട് നാം കാണുന്നില്ല. അവിടെ തന്നെ വ്യക്തമാണ് ഇവർ നടത്തുന്ന ഈ ഒരു അധിനിവേശം അല്ലെങ്കിൽ ഹമാസ് നടത്തുന്ന ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ സംഘർഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട മാവ ഞാൻ നന്നാവില്ല.
അത് അക്ഷരാർത്ഥത്തിൽ ഗാസൻ ജനതയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് പറയാൻ അത് നിറവേറ്റപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഹമാസ് ഭീകരർക്ക് ഇത്രത്തോളം പിന്തുണ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഗാസ തകർക്കപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ദുരിതം അനുഭവിക്കുന്നത്. എന്നിട്ടും അവർ മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും ഇന്നലെ ഒക്കെ പുറത്തു വന്ന ചില ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഹമാസ് ഭീകരരെ വലിയ ഹീറോസ് ആയിട്ട്, അവിടുത്തെ കുഞ്ഞുങ്ങൾ പോലും വലിയ ഹീറോസ് ആയിട്ട് വലിയ ഹീറോ പരിവേഷം നൽകുന്ന കാഴ്ച. ഹമാസ് ഭീകരരുടെ തോക്കൊക്കെ എന്തിക്കൊണ്ട് അവർക്ക് ജയ് വിളിക്കുന്ന അവസ്ഥ, തക്ബീർ വിളികളോടെ അവരെ വലിയ ഹീറോകളാക്കി ഉയർത്തിക്കാട്ടുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഇപ്പോൾ ശാശ്വതമായുള്ള സമാധാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ഹമാസ് നേതൃത്വത്തെ ഒന്നടങ്കം ഇസ്രായേൽ ഇല്ലാതാക്കിയെങ്കിലും നമ്മൾ നേരത്തെ നിലപാടിൽ പറഞ്ഞതുപോലെ മറ്റൊരു നേതൃത്വം, ഒരു സെക്കൻഡ് തലമുറ അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോബിൻ, നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇത്രത്തോളം ഒരു ക്രൂരതയാണ്, വലിയ രീതിയിലുള്ള ക്രൂരതയാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ കാണിച്ചത്. വലിയ രീതിയിലുള്ള തിരിച്ചടി ഹമാസ് ഭീകരർക്ക് ഇസ്രായേൽ കൊടുത്തു. ഇസ്രായേൽ ഈ ഹമാസിന്റെ നിലവിലെ ഒരു ഹ്യൂമൻ റിസോഴ്സ് അതിന്റെ പകുതിയിലധികം ഇസ്രായേൽ തച്ചുടച്ചു കഴിഞ്ഞു. ടോപ്പ് കമാൻഡേഴ്സിനെ, ടോപ്പ് ലീഡർഷിപ്പിനെ ഇല്ലാതാക്കി കഴിഞ്ഞു. ആയുധശേഷി ഏകദേശം ഒരു പരിധിവരെ നിർവീര്യമാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ തോറ്റു അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിന് മുന്നിൽ കീഴടങ്ങി എന്ന രീതിയിലേക്കുള്ള ഒരു പൊതുബോധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രൊപ്പഗണ്ടകൾ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് പോലും ഉയർന്നു വരുന്നത്? അതിൻ്റെ ഉള്ളിലെ ഒരു കാര്യം കൃത്യമായിട്ടും മതമാണ്. ഇവിടുത്തെ നമുക്കറിയാം കേരളം ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബാണ് എന്ന് പലപ്പോഴും പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ആ തീവ്രവാദത്തിന്റെ മെന്റാലിറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അത് അങ്ങനെ കാണാൻ കഴിയുകയുള്ളൂ. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലെ അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സും അതിൻ്റെ കൃത്യമായിട്ടുള്ള എങ്ങോട്ടാണിത് മാറിയത്, എങ്ങോട്ടാണിത് ഇസ്രായേൽ ഏത് തലത്തിലേക്കാണ് ഇതിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഈ രണ്ടു കൂട്ടർക്ക് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൃത്യമായും ഇപ്പം ഈ ബന്ദികളെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നടന്ന ഈ ഡീൽ, ഇപ്പൊ ഖത്തർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി, ഇത് കുറെ കാലം മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഡീലായിരുന്നു, അതാണ് ഇപ്പൊ നടപ്പിലാക്കിയതെന്ന് ഖത്തർ പറയുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇന്ന് സംഭവിച്ച കാര്യമല്ല, എന്ന് വെച്ചാൽ ഈ ഡീൽ ഇന്നുണ്ടായ കാര്യമല്ല, ഇത് നേരത്തെ തന്നെ സംഭവിക്കായിരുന്നു. ഇസ്രായേലിന് നേരത്തെ തന്നെ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ബന്ദികളെ കിട്ടുമായിരുന്നു. യുദ്ധം തുടങ്ങി അല്പസമയത്തിനുള്ളിൽ അന്ന് ആദ്യത്തെ ബന്ദികളെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് തന്നെ ഈ ഡീല്, ഇപ്പോൾ ഉണ്ടായ ഡീല് ചെയ്യാമായിരുന്നു എന്നാണ് ഇവരാദ്യം മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ആ ഡീല് ചെയ്തില്ല, അത് ചെയ്തില്ല എന്നുള്ളതും ഇവർ മനസ്സിലാക്കണം. അവിടെയാണ് ഇസ്രായേൽ ഇതിനെ ഏത് തലത്തിലേക്ക് കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ബന്ദി നാടകം എന്ന് പറയുന്നത് ഒരു പുത്തിരിയായിട്ടുള്ള കാര്യമല്ല. ഇതിനു മുന്നേ പല പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ടാണ്. ഇതിനു മുന്നേ പല പ്രാവശ്യം ഡെഡ് ബോഡികൾ വിട്ടുകൊടുത്ത് ഹമാസ് ഭീകരരാണെങ്കിലും ഈ അവിടുന്ന് ഇസ്രായേലിൽ നിന്നും പ്രിസണേഴ്സിനെ മോചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെയെല്ലാം ഇതിനു മുന്നേ പല പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ബന്ദി നാടകം എന്ന് പറയുന്നത് ഒരു പുത്തരിയായ കാര്യമല്ല. മറിച്ച് ഇസ്രായേൽ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തത് ഈ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഇസ്രായേൽ ഇല്ലാതാക്കി. നമ്മൾ മനസ്സിലാക്കണം, ഈ ഗാസയിലെ ഹമാസ് തീവ്രവാദികൾ ഇതുപോലെ ടണലുകൾ ഉണ്ടാക്കി, ഇതുപോലെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി. ഇപ്പൊ ആളുകളുടെ ഇടയിൽ കൂടെ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ അത്ര ഇപ്പോഴും വളരെ ഫെമിലി, ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ട് ഇത്രയും ഡിസ്ട്രക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടും ഗാസയിലെ ആളുകൾ ഈ ഹമാസ് ഭീകരരെ കൊണ്ടു നടക്കുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ, അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്ലാമിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും പറഞ്ഞിരുന്നത് ഇസ്രായേല് ഗാസയിലെ ജനങ്ങളുടെ മുകളിൽ ബോംബ് ചെയ്യുന്നു എന്നുള്ളൊരു വളരെ ഭീകരമായ കുറ്റം. അതിന്റെ പേരിലാണ് ഇസ്രായേലിനെതിരെ പല രാജ്യങ്ങളിലും പ്രകടനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്ന്, അമേരിക്കയിലും യൂറോപ്പിലും അടക്കം പ്രകടനങ്ങൾ അടക്കം നടക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോഴാണ് കൃത്യമായ യാഥാർത്ഥ്യം പുറത്തു വരുന്നത്. ഗാസയിലെ കുട്ടികളടക്കം ഹമാസ് തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ വീരപരിവേഷം നൽകി അവരുടെ കൂടെ നടക്കുന്ന ആ സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഹമാസ് തീവ്രവാദികളെ സംരക്ഷിച്ചത് അവിടുത്തെ ജനങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ഞങ്ങൾ തീവ്രവാദികൾക്ക് മുകളിലേക്കാണ് ബോംബ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായിരുന്നു ഇവർ വലിയ കാര്യമായിട്ട് ഉയർത്തി കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സാധാരണക്കാർക്കിടയിൽ തന്നെയായിരുന്നു ഭീകരവാദികൾ ഉണ്ടായിരുന്നത്. ഇസ്രായേൽ പറഞ്ഞ അതേ കാര്യങ്ങളായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇസ്രായേൽ ബോംബ് ചെയ്തത് ഈ തീവ്രവാദികളുടെ മുകളിലായിരുന്നു. പക്ഷെ ഈ ജനങ്ങൾ ഇവർക്ക് സംരക്ഷണം, ഈ തീവ്രവാദികൾക്ക് സംരക്ഷണം കൊടുത്ത് ഈ ജനങ്ങൾ നിന്നതുകൊണ്ട് ആ ജനങ്ങളും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ഇവരെന്ത് പറഞ്ഞു? ഈ ഇസ്ലാമിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളെ അനുകൂലിക്കുന്ന ഈ ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുന്ന ആളുകളും പറഞ്ഞു ഗാസയിൽ സാധാരണക്കാർ മരിക്കുന്നു. സാധാരണക്കാർ മരിച്ചത് എങ്ങനെയാണ്? ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഹമാസ് തീവ്രവാദികളെ ഇതുപോലെ ജനങ്ങൾ പിന്തുണച്ച് അവരെ ഇപ്പോഴും ജനങ്ങൾ പിന്തുണയ്ക്കുന്നു. എത്രത്തോളം പിന്തുണയ്ക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്.
അങ്ങനെയാണ് അവിടെ സാധാരണക്കാർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഇനിയെങ്കിലും ലോകം മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഇതേണ്ട ഗാസയിൽ നിന്ന് തെളിവടക്കം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അത് ലോകം മനസ്സിലാക്കുക. ഗാസയെയും ഹമാസിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെയുള്ള ആളുകളും മനസ്സിലാക്കുക, ഇതായിരുന്നു ഇസ്രായേൽ പറഞ്ഞതായിരുന്നു യാഥാർത്ഥ്യമെന്ന്. ഈ ഹമാസ് ഭീകരർ, ഇത്രയും ശക്തമായ ഈ ഹമാസ് ഭീകരർ, ഇത്രയും മിസൈലുകളുള്ള 40,000-ഓളം ഭടന്മാരുള്ള, അതുപോലെ തന്നെ എല്ലാ ജനങ്ങളുടെയും പിന്തുണയുള്ള ഹമാസ് ഭീകരർ, അതുപോലെ തന്നെ ഏകദേശം 1,00,000-നടുത്ത് സൈന്യവും ഏകദേശം 1.5 മുതൽ 2.5 ലക്ഷം വരെ മിസൈലുകളുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ, അതുപോലെ തന്നെ യമനിലെ ഹൂത്തി തീവ്രവാദികൾ, സിറിയയിൽ ഉണ്ടായിരുന്ന തീവ്രവാദികൾ, ഇതുങ്ങളെ എല്ലാം ഈ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തു. ഈ ഏരിയ മൊത്തം ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഈ ഹമാസ് ഭീകരരെ കുറിച്ച് ജയ് വിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് യുവന്മാരുടെ ഈ ഏരിയയിലുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുടെയും തല ഇസ്രായേൽ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഇവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇറാന്റെ ഇബ്രാഹിം റൈസി തൊട്ട്, ഇസ്മായിൽ ഹനിയ തൊട്ട്, യഹിയ സിൻവാർ തൊട്ട്, ഹസൻ നസ്രുള്ള തൊട്ട്, ഹിസ്ബുള്ളകളുടെ കമാൻഡർമാർ തൊട്ട് എല്ലാത്തിനെയും അടിച്ച് ഒന്നും ഇല്ലാതാക്കി കളഞ്ഞു. ഇവന്മാരുടെ സകലമാന സാധനങ്ങളും അടിച്ചു കളഞ്ഞു. ഇറാന്റെ എല്ലാ റൂട്ടുകളും ഈ ഹിസ്ബുള്ളയിലേക്കുള്ള അങ്ങോട്ടുള്ളത് അടിച്ചു കളഞ്ഞു. അവസാനം ഇപ്പോൾ ഇതേണ്ടേ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാതിരുന്നതാണ് ഇവന്മാര് സംഘം കൂടിയിട്ട് അവസാനം ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത് വെക്കേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇവന്മാരെ എത്തിച്ചു എന്നുള്ളത് ഒന്നാമത് ഇവന്മാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അല്പം കൂടെ ജിയോ പൊളിറ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പം ജോ ബൈഡനെയും ഡെമോക്രാറ്റിക് പാർട്ടിയെയും എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം, ഈ പ്രശ്നത്തിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്തു എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഇസ്ലാമിക രാജ്യങ്ങളെ കൂടെ നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിനെ സ്ട്രെങ്തൻ ചെയ്ത് അവിടെ നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഇസ്രായേലിനെയും അവർ നിയന്ത്രിച്ചു, അതുപോലെ തന്നെ ഈ അറേബ്യൻ രാജ്യങ്ങളെയും ഇവർ നിയന്ത്രിച്ച് നിർത്തി. ജോ ബൈഡന്റെ ഭരണത്തിൽ ഏറ്റവും കൃത്യമായിട്ട്, കാരണം ഇതിനും അപ്പുറത്തേക്ക് എനിക്ക് അറിയില്ല, ഒരു 1-2 ഇൻസിഡന്റുകളൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞാൽ പോലും അതിനും അപ്പുറത്തേക്ക് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് കാരണം അമേരിക്കയുടെ ലോങ് ടൈം പ്ലാൻ ഉണ്ട്, ലോങ് ടൈം പോളിസികളെല്ലാം ഇവിടെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം പോകാൻ കഴിയുമെന്ന് അറിയില്ല. മറ്റൊരു കാര്യം ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കയുടെ 7,500-ഓളം പട്ടാളക്കാര് കൊല്ലപ്പെട്ട് ഒരുപാട് കാലം അഫ്ഗാനിസ്ഥാനിൽ കിടന്ന് തലയും കുത്തി മറിഞ്ഞതാണ് ബിൻ ലാദന് വേണ്ടി അമേരിക്ക. അവിടെ തോറ നിലകളടക്കം എല്ലാ സകലമാന ബോംബുകൾ വിട്ട് ഇടിച്ച് നിരത്തി അവർ പരിശോധിച്ചതാണ്. ഒന്നും നടന്നില്ല. അവസാനം ബിൻ ലാദൻ എവിടെയായിരുന്നു? ആളും അർത്ഥവും കൊടുത്ത് അമേരിക്കയുടെ കൂടെ നിന്ന് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിന്റെ അടുത്ത് സുരക്ഷിതമായിട്ട് താമസിക്കുകയായിരുന്നു ബിൻ ലാദൻ എന്ന് പറയുന്ന ആള്, തീവ്രവാദി. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഹോസ്റ്റേജുകൾ പുറത്തു വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ പറയുന്ന അറേബ്യൻ ഖത്തർ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും അതുപോലെ തന്നെ ഏത് ഇസ്ലാമിക രാജ്യങ്ങളാണെങ്കിലും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു, അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അവരെല്ലാം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നും പലസ്തീനിലെ ഹമാസ് ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നും പലസ്തീനിലെ ഈ ഹോസ്റ്റേജിന്റെ ഈ ഡീലിൽ ഈ കാര്യങ്ങൾ ചെയ്തതിന് എല്ലാം ഇവർ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു പ്രാവശ്യം വാൺ ചെയ്തത്. ഈ മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരു പ്രാവശ്യം ഇസ്രായേൽ വാൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേൽ ഉണ്ടായ ആദ്യകാലം മുതൽ തന്നെ ഇസ്രായേലിനെ നമുക്കറിയാം, പല യുദ്ധങ്ങൾ നടന്നു. 1948 യുദ്ധം നടന്നു. അതുപോലെ പിന്നീട് ഇങ്ങോട്ട് പല യുദ്ധങ്ങൾ ഇവർ നടത്തി. പക്ഷെ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇസ്രായേൽ എന്ന ഒരു എൻറ്റിറ്റി അവിടെ നിൽക്കുന്നു. ഇനിയാണ് ഇവിടുത്തെ ജിയോ പൊളിറ്റിക്സ് വരുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേല് ഇതിനും അപ്പുറത്തേക്ക് വളരരുത്. അത് ഈ പറയുന്ന തുർക്കിയുടെയും ഈജിപ്തിന്റെയും സൗദി അറേബ്യയുടെയും ഈ പറയുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുടെയും ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഈ ഗാസ എന്ന് പറയുന്നതും പലസ്തീൻ എന്ന് പറയുന്നതും ഇസ്രായേലിനുള്ള ചെക്ക് പോയിന്റ് ആണ്. അവരെ സംബന്ധിച്ച് ഈ ഗാസയെയും പലസ്തീനെ വെച്ച് ഇസ്രായേലിന്റെ വളർച്ച തടയുക എന്നുള്ളത് ഈ രാജ്യങ്ങളുടെ എല്ലാം അത് അവരുടെ എൻറ്റിറ്റിയുടെ പ്രശ്നമാണ്. ഈ രാജ്യങ്ങളിലുള്ള ഇപ്പൊ ജോർദാൻ ആണെങ്കിലും എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷത്തിൽ അനുകൂലമാണ് എങ്കിലും പരോക്ഷത്തിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാര്യം ഈ ഒരു ജിയോ പൊളിറ്റിക്സ് ആണ്, ഇസ്രായേലിന്റെ വളർച്ച തടയുക എന്നുള്ളതാണ്. അതാണ് ഈ ഭാഗത്ത് നിന്ന്. തിരിച്ച് ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേൽ എന്ന എൻറ്റിറ്റി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം ഈ ട്രംപിന്റെ പോളിസി അതാണ്. ഈ ട്രംപ് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഈ ചേഞ്ച് എന്ന് പറയുന്നത്, ട്രംപ് നാറ്റോയോട് പറഞ്ഞു, ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം, നിങ്ങൾ കൂടുതൽ പണം ഇറക്കണം എന്ന് പറഞ്ഞ്
നാറ്റോയെ ഒരു ഇൻഡിപെൻഡന്റ് ആക്കി, എന്ന് വെച്ചാൽ പണം തിന്നുന്നതല്ലാതെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു ശക്തിയായിട്ട് മാറുന്ന രീതിയിലേക്ക് നാറ്റോ മാറണം, യൂറോപ്യൻ രാജ്യങ്ങൾ മാറണമെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് ഈ ഇന്ത്യയും ഓസ്ട്രേലിയയും അതുപോലെ ജപ്പാൻ എല്ലാമായിട്ട് ഇവിടെ ക്വാഡ് സഖ്യം ഉണ്ടാക്കി അമേരിക്ക ഇവിടെ നിലനിർത്തി അങ്ങനെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. ഇവിടെ വരുമ്പോഴാണ് ഈ മിഡിൽ ഈസ്റ്റിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഇസ്രായേലാണ് അമേരിക്കയുടെ ഇവിടുത്തെ ശക്തി. അതുകൊണ്ട് ഇസ്രായേൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രംപ് വരുമ്പോൾ നമ്മൾ ഈ യുദ്ധത്തിൽ പല പ്രാവശ്യം കണ്ടതാണ്, അമേരിക്കയുടെ കയ്യിൽ നിന്നും പിടിവിട്ട് ഇസ്രായേൽ പോകുന്ന പല സമയങ്ങളും ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം അമേരിക്ക ജോ ബൈഡൻ പലപ്പോഴും ഇസ്രായേലിനെതിരെ വാൺ ചെയ്യുകയും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ അമേരിക്കയിൽ നിന്നും വിട്ടും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അതിന്റെ വേഗം അതിന്റെ മാക്സിമത്തിലെത്തും. ഇസ്രായേൽ വളരെ വലിയൊരു ശക്തിയായിട്ട് ഇവിടെ ഉയർന്നു വരും. എന്ന് വെച്ചാൽ നാളെ റഷ്യയും യൂറോപ്പിൽ തമ്മിലുള്ള ഒരു യുദ്ധവും അതുപോലെ തന്നെ ചൈനയും അമേരിക്കയും ആ മേഖലയിൽ ഒരു യുദ്ധവും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുന്ന ശക്തി ഇസ്രായേൽ ആയിരിക്കും. അമേരിക്കയെ പോലെ തന്നെ മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുന്ന ശക്തി ഇസ്രായേൽ ആയിരിക്കും. അതുകൊണ്ട് ഇസ്രായേൽ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ ഈ മേഖലയിൽ അഴിഞ്ഞാടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല എല്ലാ ആളും അർത്ഥവും കൊടുത്ത് ആയുധങ്ങളും കൊടുത്ത് ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അമേരിക്ക ഈ അറേബ്യൻ രാജ്യങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു നയപരമായ രീതിയിൽ പിടിച്ചു നിർത്തുന്ന സാഹചര്യം ഉണ്ടായും. അത് എന്താണെങ്കിലും ആ ഒരു രീതിയിലേക്കായിരിക്കും ഈ പൊളിറ്റിക്സ് മാറുക. അതപ്പോൾ ഈ ഗാസയിലെ ഈ ബന്ദികളുടെ മോചനം കൊണ്ടൊന്നും ഇവിടുത്തെ ആക്രമണങ്ങൾ അവസാനിക്കില്ല എന്നുള്ളതാണ് ഈ പറയേണ്ട ആളുകൾ മനസ്സിലാക്കേണ്ടത്. ഈ ഓരോ ഇസ്രായേൽ ഇവരെ എല്ലാവരെയും ആരാണോ സംരക്ഷിച്ച ഇവരെല്ലാം, ഈജിപ്ത് ആണെങ്കിൽ അത്, ഖത്തർ ആണെങ്കിൽ അത്, അതുപോലെ ഹമാസ് പറയുന്നത് എല്ലാവരെയും ഇസ്രായേൽ വേട്ടയാടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ബന്ദികളെ വിട്ടയച്ചുകൊണ്ട് മാത്രം ഗാസക്കാരുടെ ഒരു സമാധാനവും തിരികെ വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഹമാസ് ഇവിടെ ഉള്ളിടത്തോളം കാലം എല്ലാ അറേബ്യൻ രാജ്യങ്ങളും ഗാസയെ കൺസ്ട്രക്ട് ചെയ്യാൻ തയ്യാറാണ്. എത്ര വേണേലും പണം എറിയാൻ അവരുടെ കയ്യിലുണ്ട്, എത്ര വേണേലും പഴം ഒഴുക്കാൻ കയ്യിലുണ്ട്. ഗാസയെ അവരവിടെ നിലനിർത്തും എന്ന് അത് അവരുടെ ആവശ്യമാണ്, ജിയോ പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ഗാസ പുനർനിർമ്മിക്കാൻ, ഹമാസിനെ വെച്ച് പുനർനിർമ്മിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, ഗാസക്കാരുടെ ദുരന്തം ഹമാസ് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഓക്കെ, ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഈ ഗാസയിൽ എന്തുകൊണ്ട് സമാധാനം പുലരുന്നില്ല, അതിനെ നമ്മൾ വേറൊരു ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അതിൽ മരണം വരിച്ചു കഴിഞ്ഞാൽ അതിനൊരു റിവാർഡുണ്ട് എന്നൊരു ചിന്ത, എന്നൊരു തീവ്ര ചിന്ത അവിടെ ശക്തമാണ്. അത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോലും അത് ഇൻജെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയം ഉണ്ടാക്കുന്നത് സ്വന്തം മരണം തന്നെയാണ്. അപ്പോൾ ഒരു കോസിന് വേണ്ടി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ഒരു കോസിന് വേണ്ടി പോരാടി കഴിഞ്ഞാൽ ആ ലഭിക്കുന്ന ആ ഒരു മരണം, അതിന് അപ്പുറത്തേക്ക്, മരണത്തിന് അപ്പുറത്തുള്ള ഒരു ജീവിതത്തിൽ വലിയ റിവാർഡ് ലഭിക്കും എന്നൊരു ചിന്തയാണ്. അതായത് ഇസ്രായേൽ എന്ന ശത്രു, ആ ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് അത് മരണം വരെ എത്തിയാൽ പോലും ആ മരണത്തിലൂടെ തനിക്ക് നേട്ടം ലഭിക്കും എന്നൊരു ചിന്ത എത്ര കാലത്തോളം അവിടെ രൂഢമൂലമാണോ അത്ര നാളത്തോളം അവിടെ ഒരു സമാധാനം വരാനുള്ള സാധ്യത ഇല്ല. മറുസൈഡിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു ഇസ്രായേൽക്കാരൻ ചിന്തിക്കുന്നുണ്ടോ ഒരു ഗാസൻ സ്വദേശി അല്ലെങ്കിൽ ഒരു പാലസ്തീൻകാരനെ കൊന്നൊടുക്കിയാൽ അവരുമായി നടത്തുന്ന ഒരു സംഘർഷത്തിൽ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് സ്വർഗം ലഭിക്കും എന്ന ലക്ഷ്യത്തോടെ ഏതെങ്കിലും ഒരു ഇസ്രായേൽക്കാരൻ ഇതുവരെ യുദ്ധം ചെയ്തതായിട്ട് നമ്മൾ ഇത് കണ്ടില്ല. അത് തന്നെയാണ് ഇതിന്റെ ഒരു ബേസിക് പ്രശ്നമായിട്ട് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നത്. അപ്പോൾ അരുൺ, ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇസ്രായേൽ വിട്ടയക്കേണ്ടി വന്ന ഇസ്രായേൽ തടവറയിലുള്ള ഈ ക്രിമിനൽസ്, അത് ഭാവിയിൽ ഇസ്രായേലിനൊരു ബാധ്യതയായി തീരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നില്ല. ജോർജ് ഈ പറഞ്ഞത് ഒന്നുകൂടി കടത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ വിട്ടയച്ച ബന്ദികൾ മാത്രമല്ല, അവിടെ ഗാസയിലുള്ള ജനങ്ങളും അതുപോലെ തന്നെ അവിടെ അവശേഷിക്കുന്ന ഹമാസും, അത് എല്ലാ കാലത്തും ഇസ്രായേലിനൊരു ബാധ്യത തന്നെയായിരിക്കും. ഇപ്പൊ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 30,000-ഓളം പേരാണ് ഹമാസിനെ പോരാളികളായിട്ടുണ്ടായിരുന്നത്. പിന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള ചില സംഘടനകളൊക്കെ ചേർന്ന് ഏകദേശം ഒരു 40,000 പേരുണ്ടായിരുന്നു അവര്. അതിലിപ്പോ ഒരു 20,000-അടുത്ത് അവരുടെ ആൾനാശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 20,000 ബാക്കിയുണ്ട്. പക്ഷെ ഈ 20,000-ന്റെ ഇപ്പൊ നഷ്ടപ്പെട്ട ഒരു 20,000-ന്റെ ഗ്യാപ്പ് ഇനി അവരുടെ യുവാക്കളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ നഷ്ടപ്പെട്ട അത്രയും എണ്ണത്തിനെ വീണ്ടും അവരുടെ സൈന്യത്തിലേക്ക് അവർക്ക് ചേർക്കാൻ പറ്റും. കാരണം അവരിൽ ഭൂരിഭാഗവും ജോർജ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവരാണ്. ഇവിടെ ഇന്നലെ ഹമാസിന്റെ ഗാസിം ബ്രിഗേഡിന്റെ സ്പോക്ക് പേഴ്സൺ വക്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അൽ അക്സ ഫ്ലഡ് എന്ന് പറഞ്ഞ ആ യുദ്ധം, ഇസ്രായേലിൽ കടന്നു കയറിയുള്ള അവരുടെ ആക്രമണം, അതിനെ അവർ പറയുന്നത് ഇസ്രായേൽ എന്ന ഭരണകൂടത്തിന്റെ മേൽ അവരടിച്ച അവസാനത്തെ ആണിയായിട്ടാണ്. അതായത് ഇസ്രായേലിന്റെ കൊഫിന്മേൽ, അവരുടെ ശവകുടീരത്തിന്മേൽ അടിച്ച അവസാനത്തെ ആണിയായിട്ടാണ് അവരത് ചിത്രീകരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു സുപ്രധാനമായ ഒരു വാക്കുണ്ട്, സയനിസ്റ്റ് എൻറ്റിറ്റി. അത്
ഈ സ്ഥലത്ത്, അതായത് ഞങ്ങളുടെ റീജിയണിൽ നിലനിൽക്കുന്നതിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി ലഭിക്കും. അപ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം? ഫ്രീ പാലസ്തീൻ പോലെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ലക്ഷ്യം അവർ കൃത്യമായിട്ട് വീണ്ടും ഇത്രയും തല്ലുകിട്ടി ഇത്രയും നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ഈ അവസ്ഥയിൽ അവർ വിളിച്ചു പറയുന്നത് ഇസ്രായേൽ അവിടെ നിൽക്കുന്നത് അവർക്ക് ഒരു കാരണവശാലും അവർക്ക് അനുവദിച്ചു തരാൻ പറ്റില്ല എന്നാണ്. പലപ്പോഴും നെതന്യാഹു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹമാസിനെ ഞങ്ങൾ തുടച്ചു നീക്കും. ഇതാണ് അവരുടെ വാക്ക്. അല്ലാതെ പാലസ്തീൻ ജനതയെയോ അല്ലെങ്കിൽ ഗാസയെയോ തുടച്ചു നീക്കുമെന്ന് ഒരിക്കലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടിട്ടില്ല. 1967 നമ്മളൊരു ശബ്ദം കേട്ടിട്ടുണ്ട് ഈജിപ്തിന്റെ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന്, ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഒരു യുദ്ധം ചെയ്യാൻ പോയത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത, ആ ചിന്തയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായിട്ട് മാറുന്നത്. അവരുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്ന ഏത് ആശയമായിക്കോട്ടെ, ഏത് തീവ്ര ആശയമായിക്കോട്ടെ, ആ ആശയം നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിന് ഇതൊരു വെടിനിർത്തലായിരിക്കില്ല. ഇസ്രായേലിന് വീണ്ടും അവർക്ക് കൂടുതൽ അവരുടെ ശക്തി വർദ്ധിപ്പിച്ച് അടുത്ത പോരാട്ടത്തിന്, അതല്ലെങ്കിൽ അടുത്തൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ എങ്ങനെ തിരിച്ചടിക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കേണ്ട സമയം തന്നെയാണിത്. ഇപ്പൊ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഹമാസിന് ഇനി ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഒരേ ഒരു നേതാവ് മാത്രമാണ് ഇനി, ഗാലത് മഷാൽ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഏകദേശം 25ഓളം ടോപ്പ് കമാൻഡേഴ്സ് അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ സൈന്യത്തിന്റെ പകുതിയോളം അവർക്ക് നഷ്ടപ്പെട്ടു. ഈ പറഞ്ഞതിനേക്കാൾ എല്ലാത്തിനും ഉപരിയായിട്ട് ഗാസയിലെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടപ്പെട്ടു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങിയിട്ട് ഓരോ ഘട്ടത്തിൽ എന്താണ് ചെയ്തിരുന്നത്? ആദ്യത്തെ ഒരു 20 ദിവസത്തോളം അവർ വ്യോമാക്രമണം നടത്തി. അതിനുശേഷം കരയുദ്ധം ആരംഭിച്ചു. കരയുദ്ധം ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്തത് വടക്കൻ ഗാസയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ വടക്കൻ ഗാസ ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെയുള്ള ജനങ്ങളോട് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്ത് അവരെ തെക്കൻ ഗാസയിലേക്ക് മാറ്റി. അതിനുശേഷം വടക്കൻ ഗാസയിലുള്ള ഹമാസിന്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അവർ തകർത്തു. ശേഷം തെക്കൻ ഗാസയിൽ ചെന്നു. അവിടെ ചെന്ന് അവിടെയുള്ള എല്ലാം തകർത്തു. റാഫേൽ പോയി, ജബാലിയയിൽ പോയി, ഗാൻ യൂനിസിൽ പോയി. ഇതുപോലെ എല്ലായിടത്തും പോയിട്ട് ഇസ്രായേൽ ചെയ്തത് ഹമാസിന്റെ നട്ടെല്ല് തകർക്കുക, അല്ലെങ്കിൽ അവരുടെ ശക്തി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷെ തിരിച്ചു വരാൻ പറ്റും, ഹമാസിന് തിരിച്ചു വരാൻ പറ്റും. കാരണം അവർക്ക് അതുപോലെ ഫണ്ടിങ് ഉണ്ട്, ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് അവർക്കുള്ള പണം ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരും. പക്ഷെ അതിനൊരു സമയമെടുക്കും. ഇത്രയും ഉണ്ടായിട്ടും ഇപ്പോഴും ഇവിടുത്തെ കേരളത്തിലെ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോഴും ഹമാസിനെ വാഴ്ത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഹമാസിനെ വീര ജേതാവായിട്ട് വാഴ്ത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യയശാസ്ത്രം ഇരുന്ന് കളിക്കുന്നുണ്ട്. നമുക്കറിയാം, ചില സിനിമകളിലൊക്കെ, പഴയ സിനിമകളിലൊക്കെ ഈ നായകനും അല്ലെങ്കിൽ ഒരു കോമളയായിട്ടുള്ള ഒരു വില്ലനും തമ്മിലൊരു തർക്കം നടന്ന് തല്ല് കിട്ടി കൈയും കാലും ഒടിഞ്ഞ് കിടക്കുമ്പോഴും ഈ കോമളയെ കഥാപാത്രം പറയുന്ന ഒരു വീരവാദങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം അതിനോട് തുല്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം ഇപ്പോഴുള്ള ഹമാസിനോടുള്ള വാഴ്ത്തുപാട്ടുകൾ. ഇവിടെ പലപ്പോഴും ഈ യുദ്ധം നടന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെയൊക്കെ നിഘണ്ടുകളിൽ പുതിയ പുതിയ വാക്കുകൾ ഒരുപക്ഷെ കയറി വന്നേക്കാം. ഹമാസിയൻ നുണകള്, ഹമാസിയൻ ക്രൂരതകള്, ഹമാസിയൻ ന്യായീകരണങ്ങള്, അതിനേക്കാളൊക്കെ ഉപരി ഒരു ഹമാസിയൻ ദൈവം. അതായത് ഹമാസ് തന്നെ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് ഒരു ദൈവത്തെ. അവർ ചെയ്യുന്ന എല്ലാ ക്രൂരതകളെയും ന്യായീകരിക്കുന്ന, അതല്ലെങ്കിൽ അതിനെല്ലാത്തിനും ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചിട്ട്, അതിനെല്ലാം അവർക്ക് എൻകറേജ്മെന്റ് കൊടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച്. അതാണ് ജോർജ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ ബന്ദികളെ വിട്ടയക്കുമ്പോഴും അവിടെ മുഴങ്ങി കേട്ടിരുന്ന ശബ്ദങ്ങൾ. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും ഇത്രയധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടും അവർക്കതൊന്നും നഷ്ടങ്ങളല്ലാതായി മാറുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്തതെല്ലാം ലാഭമാണ്. അവർ ചെയ്തതിന് എല്ലാത്തിനും അവർക്ക് റിവാർഡുണ്ട്. മരണങ്ങൾക്കെല്ലാം അവർക്ക് നേട്ടമാണ്. അവർ ചെയ്യുന്ന ക്രൂരതകൾ മുഴുവൻ അതും അവർക്ക് നേട്ടമാണ്. അവർ ചെയ്ത കൊലപാതകങ്ങൾക്കെല്ലാം അവർക്ക് റിവാർഡുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്തിനും, നഷ്ടങ്ങൾക്ക് എന്തിനും, എല്ലാത്തിനും റിവാർഡുള്ള അവരുടേതായ ഒരു പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രത്തിൽ അവർ നിൽക്കുന്നിടത്തോളം കാലം, ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുന്ന ഏത് തീവ്രവാദ സംഘടനകളാണെങ്കിലും അവർ വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും ശക്തി പ്രാപിക്കും. കാരണം അവരുടെ തലയിൽ കിടക്കുന്ന ആശയം അവരെ അതിന് പ്രചോദിപ്പിക്കും. അതുപോലെയുള്ള സമാന മനസ്കര്. ഇവിടെ ഒരു വാചകം കൂടി നേരത്തെ പറയാൻ വിട്ടുപോയി. ഹമാസ് മനസ്കർ എന്നൊരു വാക്കുകൂടി ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും കൂടിയാണ് അവർ അത്തരത്തിലുള്ള. അതായത് അവരെല്ലാവരും ഹമാസ് മനസ്കരായിട്ട് മാറി. അവർക്ക് ഇസ്രായേൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചോ ഗാസയിലെ റിയൽ പിക്ചറെ കുറിച്ചോ അവർക്ക് അറിയേണ്ട കാര്യമില്ല. പലപ്പോഴും ഗാസയിലെ ആശുപത്രികളിലെ ബോംബുകൾ വീണപ്പോൾ, അല്ലെങ്കിൽ ഗാസയിലെ ആശുപത്രികളിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ആശുപത്രികൾ എന്തായിരുന്നു, അവിടെ ഹമാസിന്റെ ടണൽ ഉണ്ടായിരുന്നോ, അവിടെ ഹമാസിന്റെ കമാൻഡ് സെന്റർ ഉണ്ടായിരുന്നോ എന്ന് അവർക്ക് അറിയേണ്ട കാര്യമില്ല. പാലസ്തീൻ ഇസ്ലാമിക് ജഹാദിന്റെ ഒരു മിസൈല് ഗാസയിലെ പ്രമുഖമായ ഒരു ആശുപത്രിയിൽ വന്നു വീണപ്പോൾ, അതിന്റെ കോമ്പൗണ്ടിൽ വന്നു വീണപ്പോൾ, അപ്പോഴും അവർക്ക് അത് ഇസ്രായേലിന്റെ മിസൈലാണെന്ന് പറയാനും, അതല്ല സത്യം പുറത്തു വന്നപ്പോൾ പോലും സത്യം മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, കേരളത്തിലെ മാധ്യമങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒരു ഹമാസ് മനസ്കരായിട്ട് മാറി, അതല്ലെങ്കിൽ തീവ്രവാദ മനസ്കരായി മാറി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന ഒരു അപജയം. കഴിഞ്ഞ ദിവസം വെടിനിർത്തലുണ്ടായിട്ട് ആ 3 പേരുടെ ലിസ്റ്റ് കൊടുക്കാൻ പോലും ഹമാസ് കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് എങ്ങനെ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്ക് വരും?
ആ സമയത്താണ് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇസ്രായേലിനെതിരെ ഭീകരമായ പ്രചരണങ്ങള്, മീഡിയകളിൽ മുഴുവൻ ഇസ്രായേൽ ഇതാ യുദ്ധക്കൊതിയോടുകൂടി എന്നൊക്കെ പറയുന്നു. എവിടെയാണ് വീഴ്ച വന്നത്? ഹമാസിനാണ് വീഴ്ച വന്നിരിക്കുന്നത്. ഹമാസിനെ അറിഞ്ഞുകൂടാ സത്യത്തിൽ അവരുടെ കയ്യിൽ ഇനി എത്ര അവശേഷിക്കുന്നുണ്ടെന്ന്. ഇനി മിക്കവാറും ബന്ദികള് ശേഷിക്കുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കയ്യിലാണ്. അവരുടെ കയ്യിലുള്ള ഡാറ്റ വേണം ഹമാസിന് ഇനി എത്ര പേർ ശേഷിക്കുന്നു എന്ന് അറിയാനായിട്ട്. അതിനിടയ്ക്ക് മറ്റൊരു ന്യായീകരണം കേട്ടു, ഇസ്രായേലിലെ ബന്ദികളെ മുഴുവൻ ഹമാസ് ഇത്രത്തോളം പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഏകദേശം 251 പേരെ അവർ തട്ടിക്കൊണ്ടുപോയി. അതിൽ പകുതിയിലധികം പേര് ഇപ്പൊ കാണാനില്ല. ഏകദേശം ഹമാസ് ഉണ്ടെന്ന് പറയുന്ന 100-ൽ താഴെ പേരിൽ ഒരു 30 പേര് അല്ലെങ്കിൽ 35 പേര് ഉറപ്പായിട്ടും ഭൂമുഖത്തില്ല എന്ന് ഇസ്രായേൽ തന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇസ്രായേൽ ഈ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്കറിയാം ബാക്കി ഇനി കിട്ടാൻ പോകുന്നില്ല എന്നറിയാം. എന്നിട്ടും പറയുകയാണ് ഇവരെല്ലാവരും ഹമാസ് സംരക്ഷിച്ചു എന്നുള്ളത്. പാലസ്തീന്റെ 40,000 പേര്, ഹമാസിന്റെ കണക്ക് പ്രകാരം പാലസ്തീന്റെ 45,000 പേര് മരിച്ചപ്പോൾ ഏകദേശം പകുതിയിലേറെയും ബന്ദികളും കൊല്ലപ്പെട്ടു പോയി. അപ്പോൾ എങ്ങനെയാണ് ഹമാസ് ഈ ബന്ദികളെ സംരക്ഷിച്ചിരിക്കുന്നത്? അത് കറക്റ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത്, നമുക്കറിയാം ഇപ്പൊ ഗാസയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഈ കപ്പയ്ക്കൊക്കെ കുഴിയെടുക്കും, അത്തരത്തിലൊരു കുഴിയെടുത്ത ഒരു പറമ്പിന്റെ അവസ്ഥയാണ് ഗാസയ്ക്ക്. പക്ഷേ ഈ ലോകരാജ്യങ്ങൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു അപകടമുണ്ട്. നേരത്തെ അരുൺ സൂചിപ്പിച്ചു. അതായത് ഇപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീഫ്യൂലിംഗ് ആണ് നടക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും ആൾശേഷിപരമായിട്ടും അവർ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു റീഫ്യൂലിങ്ങിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഹമാസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനി അവർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗാസയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ കാണിച്ച് ഈ ലോകരാജ്യങ്ങൾക്കിടയിൽ, ഹമാസ് മനസ്കരായിട്ടുള്ള ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഫണ്ടിങ്ങിലേക്ക് ഇവർ കിടക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഇനി അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളൊക്കെ ഇനി ഗാസയിൽ ചെന്ന് പോയി റിപ്പോർട്ട് ചെയ്യുന്ന വിടുവായുത്തരങ്ങളൊക്കെ നമ്മളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. വൈകാരികമായിട്ട് ചിത്രീകരിച്ച് നമ്മൾ ഒരിടയ്ക്ക് ഒരു ട്വിറ്ററിലൊക്കെ ഒരു വാക്കുണ്ട്, പോളിവുഡ് എന്ന് പറഞ്ഞ, അതായത് ചെറിയ ഒരു സെറ്റൊക്കെ ഇട്ടിട്ട് ഈ കുട്ടികൾ കരയുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ച് ഒരു വൈകാരികതയെ ചൂഷണം ചെയ്തിട്ടുള്ള ഒരു ഫണ്ടിങ്, അത് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഇനി നടക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പേരിൽ കിട്ടുന്ന ഫണ്ടിങ് ഇനി അടുത്തൊരു ആക്രമണത്തിന് അവർ ആ ഫണ്ടിങ് ഉപയോഗിച്ചൊരു കോപ്പ് കൂട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ടും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ആ ഒരു ടാക്ടിക്സിലേക്ക് ഹമാസ് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഈ ഗാസയിലെ സാധാരണ ജനങ്ങളുടെ പേരിൽ ഗാസയുടെ പുനർനിർമ്മാണം എന്നൊക്കെ ഓമന പേരിട്ട് ഫണ്ടിങ് മേടിക്കുന്നു. അതിന്റെ മറവിൽ അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. ഈ രണ്ടാമത്തെ ഒരു കാര്യം കൂടി നാം ചിന്തിക്കുമ്പോൾ, ഈ ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന പാലസ്തീനികളെ ഇസ്രായേൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, ഹമാസിന്റെ തടവറയിൽ കഴിഞ്ഞ ഇസ്രായേൽ ബന്ദികളെ ഹമാസ് ഭീകരർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നേരത്തെ ഹമാസ് വിട്ടയച്ച ബന്ദികൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ, ഈ തുരങ്കങ്ങളിൽ സൂര്യപ്രകാശം പോലും ഏൽക്കാതെ വളരെ അതിക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലാണ് ഈ ഇസ്രായേൽ ബന്ദികളെ ഹമാസ് സൂക്ഷിച്ചിരുന്നത്. മറിച്ച് ഇസ്രായേൽ തടവറയിൽ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം യഹിയ സിൻവാർ പോലും ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം കുറെ ഡിഗ്രികളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഒക്കെ നടത്തിയത് ഇസ്രായേൽ തടവറയിൽ കഴിയുമ്പോഴാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇസ്രായേൽ അവിടെ ഈ പാലസ്തീൻ ബന്ദികൾക്ക് കൊടുക്കുന്നുണ്ട്, അവരുടെ പുനരധിവാസത്തിനുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം തന്നെ ഇസ്രായേൽ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തന്നെ വ്യക്തമാണ് ആരാണ് മനുഷ്യത്വത്തെ സ്നേഹിക്കുന്നത്, ആരാണ് മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് എന്നത്. ഈ ബന്ദികളോട് അല്ലെങ്കിൽ തടവിൽ കഴിയുന്നവരോട് ഈ ഇരുകൂട്ടരും നടത്തുന്ന ഒരു ട്രീറ്റ്മെന്റ്, അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ നിൽക്കുമ്പോഴും, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോഴും ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്ന ഹമാസിന്റെ പിന്തുണയ്ക്കുന്ന ഹമാസ് ഫാൻസിന്റെയും ഒക്കെ തൊലിക്കെട്ടി അപാരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇസ്രായേലും ഹമാസ് ഭീകരരും തമ്മിൽ ഉണ്ടായ ഈ ഒരു വെടിനിർത്തൽ കരാർ, അതോടുകൂടി മിഡിൽ ഈസ്റ്റിൽ ഇനി ശാശ്വതമായിട്ടുള്ള ഒരു സമാധാനം കൈവന്നു എന്ന് ചിന്തിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മണ്ടത്തരം തന്നെയാണ്. യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തീവ്രവാദം തന്നെയാണ്, തീവ്രവാദ ആശയങ്ങൾ തന്നെയാണ്, തീവ്രവാദ ചിന്തകൾ തന്നെയാണ്. ജാഗ്രത ഇനിയും ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ, വിവേകത്തോടുകൂടി അവിടുത്തെ കാര്യങ്ങൾ നീക്കിയില്ലെങ്കിൽ, മിഡിൽ ഈസ്റ്റിനെ തന്നെ വിഴുങ്ങാൻ പാകത്തിൽ ഒരു തീവ്രവാദത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി ഗാസ മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു, അമേരിക്ക പോലുള്ള ലോക രാജ്യങ്ങൾ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ, അത് അവിടെ നിന്നും തീവ്രവാദത്തെ എന്നേക്കുമായി, തീവ്രവാദത്തിന്റെ ഒരു അടിവേര് അറക്കുന്ന രീതിയിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കുവാൻ ലോക രാഷ്ട്രങ്ങൾക്ക് ആകട്ടെ. ഒപ്പം തന്നെ തീവ്രവാദത്തെ ഫണ്ട് ചെയ്യുന്ന, സാമ്പത്തികമായും ആയുധപരമായും ഫണ്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഒരു പുനർ ചിന്തയ്ക്ക് തയ്യാറാകട്ടെ.
തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തീവ്രവാദത്തിന് ചെലവും കൊടുത്ത് തീവ്രവാദത്തെ വളർത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിന്, ആ ഒരു മേഖലയ്ക്ക്, ആ ഒരു ജനവിഭാഗത്തിന് ഉണ്ടാകുന്ന തിരിച്ചടി അത് ഇന്ന് ഗാസയിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ മധ്യപൂർവേഷ്യയിൽ നടക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.